ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഇടമാണ്. എന്നാൽ ഈ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് മുന്നിൽ ഇതിപ്പോൾ ചെകുത്താൻ്റെ നാടായി മാറിയിരിക്കുന്നു. മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിനി പങ്കുവച്ച ദുരനുഭവ വീഡിയോ ടൂറിസം മേഖലയ്ക്ക് തന്നെ നാണക്കേടാണ്. യൂബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായും മുംബൈ സ്വദേശിനി ജാൻവിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ 2 ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷനുമുണ്ട്. വിനോദസഞ്ചാരത്തിനെത്തിയ മുംബൈ സ്വദേശിയായ യുവതി മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം വ്യക്തമാക്കി സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം ചർച്ചയായത്. മുംബൈ സ്വദേശി ജാൻവി എന്ന യുവതിയാണ് ഒക്ടോബർ 30-ന് മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തെത്തിയത്. എന്നാൽ മൂന്നാർ കവാടത്തിൽ വെച്ച് തന്നെ ജാൻവിയുടെ കാർ 5 പേരടങ്ങുന്ന സംഘം തടഞ്ഞ് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സികൾ മൂന്നാറിൽ നിരോധിച്ചിട്ടുള്ള കോടതി ഉത്തരവുണ്ടെന്ന് കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് വിനോദസഞ്ചാരിയെ പുറത്തിറക്കിയത്. ഇതേസമയം സഹായത്തിനായി വിളിച്ച പോലീസ് സ്ഥലത്തെത്തി നോക്കുകുത്തികളായി നിന്നെന്നും ടാക്സി യൂണിയനോടൊപ്പം നിലപാടെടുത്തുവെന്നുമാണ് ജാൻവിയുടെ പരാതി. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us, that you have to go with the union taxi. Everybody kept throwing the same sentence to us. സംഭവത്തിന് ശേഷം ഡ്രൈവർമാരുടെ ഭീഷണിക്ക് വഴങ്ങി ടാക്സിയിൽ യാത്ര തുടർന്നുവെന്നും എന്നാൽ വഴിമധ്യേ വീണ്ടും ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് യാത്ര മതിയാക്കി മടങ്ങുകയായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു. ഭീതിയായതിനാൽ ഇനി മൂന്നാറിലേക്കില്ലെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. I loved Kerala. I loved how beautiful it was. I loved how amazing the people of Kerala were. But I don't think that I'll be able to come back to a place where I'm not allowed to feel safe. ജാൻവി പറയുന്ന സംഭവമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. കൃത്യവിലോപത്തിന്റെ പേരിലാണ് നടപടി. ടാക്സി ഡ്രൈവർമാരായ വിനായകൻ, വിജയകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ തന്നെ പോലീസ് സോമോട്ടായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അതിന്റെ വിഷ്വൽസ് എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഒരാളെ കൂടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ അറസ്റ്റ് ചെയ്യും. പിന്നെ പോലീസ് ഉചിതമായ നടപടി ചെയ്യുന്നുണ്ട്. ഈ വിനോദസഞ്ചാരികൾക്കെതിരെ ഉണ്ടാകുന്ന ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ കൃത്യമായി ഉള്ള നടപടികൾ പോലീസ് നടപടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 15 പേര് ഇപ്പോൾ ആൾറെഡി ജയിലിൽ കിടക്കുകയാണ്. 307 കേസ് എടുത്തിട്ട് 15 പേര് ജയിലിലുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കാൻ പോയ പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായെന്ന് പ്രാഥമികമായ വിവരം കിട്ടിയപ്പോൾ തന്നെ നടപടി അവർക്ക് ജില്ലാ പോലീസ് മേധാവി അവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇനി അത് അന്വേഷണത്തിലാണ് അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് മൂന്നാർ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ജാൻവി. യുവതിയുടെ മൊഴിയെടുക്കാൻ മൂന്നാർ പോലീസ് ശ്രമിക്കുകയാണ്. മൂന്നാറിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ സന്ദർശകരുമായി എത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് പലതവണ പ്രദേശവാസികളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ KSRTC ഡബിൾ ഡക്കർ ബസ് നിരത്തിലിറക്കിയപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാരുടെ സംയുക്ത യൂണിയൻ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി.